ladies and gentlemen, let's invite Ahmed Nazar. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. വാപ്പ അങ്ങനെ പരിപാടിക്ക് കൊണ്ടുപോയാണ് കാണാൻ വേണ്ടി. ഗുരുവായൂർ വന്നിരുന്നാലുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കണ്ട്. അതിന് മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഇങ്ങനെ പാട്ട് മെഹബൂബ കണ്ടിട്ട് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് നേരിട്ട് കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. മെഹബൂബ മേ തെരി മെഹബൂബ മെഹബൂബ മേ തെരി മെഹബൂബ. സംസാരിക്കുന്ന സമയത്തെ ആളല്ല, പാട്ട് പാടാൻ ഒരു പ്രത്യേക എനർജിയും കോൺഫിഡൻസും ഒക്കെ വന്നു. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ചെറുപ്പുളശ്ശേരിക്കാരെ മറക്കാൻ പറ്റത്തില്ല. അവരെല്ലാം വന്നിട്ട് പൈസ തരുന്നു, അതിനിടയ്ക്ക് ആൾക്കാർ വന്ന് മിണ്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. നമ്മ പറഞ്ഞിട്ട് പോലില്ല, നാട്ടുകാരാണ് അവര് എല്ലാരും. നല്ല സപ്പോർട്ട് ഉണ്ടായി, നല്ലൊരു സന്തോഷമായ ഒരു ദിവസമായിരുന്നു. എനിക്ക് പാടുമ്പോ ഇങ്ങനെ നമ്മ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് തെറ്റില്ല, ഇങ്ങനെ ഒരു ഇതായിരുന്നു. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. 1000 stars have bloomed. പെട്ടി കിട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടോ സ്റ്റേജിൽ കയറിയിട്ട്? ലിറിക്സ് കിട്ടുമ്പോ ഞാൻ അവരൊരാൾക്ക് കൊടുക്കാൻ ഒരുപാട്. നമ്മുടെ കള്ള കാണാത്ത ലോകത്ത് ചെന്നുപോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ. ഏത് ലെവലിലേക്ക് എത്താനാണ് നജാദിന്റെ ഒരു ആഗ്രഹം? സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്, സ്ക്രീനില് ഇങ്ങനെ കേൾക്കണമെന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. താനാ ബാനാ താനാ ബാനാ ബുൻതി ഹവാ ഹൈ ബുൻതി ഹവാ. 3 വർഷം മുമ്പ് ഒരു കല്യാണ വിരുന്നിൽ വെച്ച് KGF 2 മെഹബൂബ പാടി ഒരു കൊച്ചു പയ്യൻ ഹിറ്റ് ആയത് ഓർമ്മയുണ്ടോ? ആ കൊച്ചു പയ്യൻ ഇന്ന് വളർന്ന് 10ാം ക്ലാസ്സിലെത്തി നിൽക്കുകയാണ്. So, ladies and gentlemen, let's invite Ahmed Nazar. വെൽക്കം അഹമ്മദ് നജാദ്. താങ്ക് യു. 10ാം ക്ലാസ്സിലായിട്ട് എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല, നന്നായിട്ട് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അതിന്റെ കൂടെ എങ്ങനെ പാട്ടൊക്കെ കൊണ്ടുപോകുന്നത്? ഇപ്പൊ കുറച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ആയതുകൊണ്ട് പ്രോഗ്രാംസും കുറച്ച്, പിന്നെ പാട്ട് റീൽസ് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇടക്കിടക്ക്. സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് ആണ്. കുഴപ്പമില്ല. ഓക്കെ. അപ്പം 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വൈറലായി എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതിനുശേഷം എനിക്ക് തോന്നുന്നു വീണ്ടും വൈറൽ ഹിറ്റ്സ് വന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്, ഇപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇടയിലൊരു ഗ്യാപ്പ് വന്നിരുന്നു കുറച്ച് നാളെ മുന്നേ. ഇപ്പൊ വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് വെച്ചാ ഗ്യാപ്പ് വന്നത്? എന്താ പഠിത്തത്തിന്റെ സൗണ്ട് ചേഞ്ച് ആവുന്നുണ്ട്, ഇപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. മാക്സിമം ഇടുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പാട്ടിന്റെ? ഹിന്ദുസ്ഥാനി പഠിച്ചു തുടങ്ങി. മാസത്തിൽ 2 ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ക്ലാസ് 10th ആണല്ലോ, അപ്പൊ ചില സമയത്ത് ലീവ് എടുത്തിട്ട് ക്ലാസ്സിന് പോവാറുണ്ട്. അപ്പം നേരത്തെ സംസാരിച്ചതുപോലെ 3 വർഷങ്ങളായിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഒരു കാര്യം അറിയാം, ഫസ്റ്റ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയത് ഈ വൈറലായതിനു ശേഷമാണ് അല്ലെ? പിന്നെ ബാക്കി എന്തൊക്കെയാ? ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രോഗ്രാംസിന് പോകുമ്പോഴും ആളുകളുടെ സപ്പോർട്ട് കാണുമ്പോഴും ആളുകൾ അത്രയും സ്നേഹിക്കേണ്ടത് നമ്മളെ. ഇൻസ്റ്റയിലായാലും കമന്റ്സും വായിക്കുമ്പോഴും ഒരു സന്തോഷമായിട്ടുണ്ട്. ഇതിന് ശേഷം ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കൊരു പാട്ട് പാടി അങ്ങ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. കാരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ, കനവായി പൊഴിയുന്നുവോ, നീ എൻ സിരയാവണം, പ്രേമം നിനമാവണം, വർണ്ണപ്പൂമ്പാറ്റകൾ പോലെ നാം പാറണം, വീണ്ടും ജന്മങ്ങളിൽ നീ എന്നിണയാവണം, നിന്റെ ഇടനെഞ്ചിൻ കൂട്ടിൽ ഞാൻ കിളിയാവണം, എന്നുയിരിന്നുയിരായി നീയും നിന്നുടലിൻ പാതി ഞാനും, എൻ ഹൃദയം പിടയും വരെയും നിൻ പ്രണയം ഞാൻ തിരയും. മെഹബൂബ മേ തെരി മെഹബൂബ
മെഹബൂബാ മേ തെരി മെഹബൂബാ. സൂപ്പർ. സംസാരിക്കുന്ന സമയത്തെ ആളല്ല, പാട്ട് പാടാൻ ഒരു പ്രത്യേക എനർജിയും കോൺഫിഡൻസും ഒക്കെ വന്നു അല്ലേ? അതെ. ഇങ്ങനെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് കോൺഫിഡൻസ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ചെറുപ്പത്തിലേക്ക് ഒട്ടും പേടിത്തില്ല. ആ, ഞാൻ ആര് പാടാൻ പറഞ്ഞാലും അപ്പൊ തന്നെ പാടിയിരുന്നു. പാടും. ഇപ്പോഴൊരു നാണം വരെയല്ല നമുക്ക് വലുതാകുമ്പോ എന്നാലും അതില്ല, പാടാൻ പറയുമ്പോ അങ്ങനെ പാടാറുണ്ട്. ഒരു ചെറിയൊരു നാണക്കേടുണ്ടാവും, ആ, പക്ഷെ പാടും. അത് പാടുമ്പോ ഫുൾ ഇമോഷൻസ് ഒക്കെ കൊടുത്ത് ഭയങ്കര ഫീലോടെയാ പാടുന്നത്. ഇത് ഒരു ഇന്നേറ്റ് ആയിട്ട് കിട്ടിയ ഒരു ടാലന്റ് അല്ലേ? എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഇതുപോലെ പഠിക്കണം? ആരെ ഏറ്റവും കൂടുതൽ നമ്മുടെ മെന്റർ എന്നുള്ള രീതിയിൽ ഇൻപുട്സ് ഒക്കെ തരുന്ന ആരാണ് പാട്ട് പാടാനും പാട്ടിലെ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ? ഇപ്പോഴായ പിന്നെ ഇക്കാണ് എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നതും പോസ്റ്റ് ചെയ്യാൻ പറയണതും. എനിക്ക് ചെറിയ മടി ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്നോട് പഠിക്കാൻ പറയും, എന്നിട്ട് ഇക്ക വീഡിയോ എടുത്തരും, റീലിടും. അതിന് മുന്നേ ഫസ്റ്റ് ടൈമിൽ ഇത്തണ് വീഡിയോ എടുത്തിരുന്നത്. കൂടെ ഇപ്പൊ ഒരു കൂട്ടുകാരനൂടെ ഉണ്ടല്ലോ, അത് ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണോ പാട്ട് പാടാൻ? എന്റെ അക്കൗണ്ടിൽ ഏറ്റവും വ്യൂസ് ഉള്ള ഇല്ലുമിനാറ്റില് അതിലുള്ളല്ലേ, അതെന്റെ കസിനാണ്. അവിടെ അനിയത്തിനും അവൻ പാട്ട് പാടും. അപ്പൊ ഞങ്ങനെ വെറുതെ റീല് പോസ്റ്റ് ചെയ്താണ്. ഇത്തന്നെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി റീല് പോസ്റ്റ് ചെയ്യും. അപ്പൊ നല്ല റീച്ച് കയറും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അക്കൗണ്ടിൽ. അപ്പൊ ഫാമിലിയില് വേറെയും പാട്ടുകാരുണ്ട്. ഉപ്പ പാടും? ഉപ്പ ഉമ്മ? വാപ്പ പണ്ട് ഇങ്ങനെ ഗാനമേളൊക്കെ നടത്തിയിരുന്നു, മാപ്പിള പാട്ടും അങ്ങനത്തെ ഒക്കെ പാടും. നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്താം. ഇംഗ്ലീഷ് എത്രത്തോളം അറിയാന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പേടിക്കണ്ട. ഞാൻ ജസ്റ്റ് 1-2 വരി ഫസ്റ്റ് ലൈനൊക്കെ ഇംഗ്ലീഷിൽ പറയും. അത് ഏത് പാട്ടാന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഒരു 5 പാട്ടേ ഉള്ളൂ. സിമ്പിളായി, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. പറയട്ടെ? വാട്ട് ഇസ് ദിസ്? ഓക്കെ, സ്പേസ്. വാട്ട് ഇസ് ദിസ്? കിട്ടിയോ? എളുപ്പല്ലേ? പഠിക്കും. നെഞ്ചിൽ സൂചി കൊണ്ട പോലെ പിന്നെ തേൻകിനിഞ്ഞ പോലെ കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ ഇതെന്താവോ. നമുക്ക് രണ്ടാമത്തേതിലേക്ക് പോവാം. വൈറ്റ് ഡവ്. ഡവ് എന്താണെന്നറിയില്ലേ? DOVE, ഡവ്. പ്രാവില്ലേ, പ്രാവ്. വൈറ്റ് ഡവ് at the door. കിട്ടി. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമീനുള്ളില് വന്ന് നീയും കടല് പ്രിയനേ നീയും കടല്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്നാ മൂന്നാമത്തെ പറയട്ടെ? ഇതിന്റെ ഹുക്ക് ലൈൻ വേറെയാ ഈ പാട്ടിന്റെ. നമുക്ക് പെട്ടെന്ന് കേട്ട ഇതിന്റെ ഫസ്റ്റ് ലൈൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്, പക്ഷെ ഹുക്ക് ലൈൻ വേറെയാ. ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. മിടുക്കനാണ്, പെട്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ദ മൊമെന്റ് we locked eyes. Locked eyes. I realized that 1,000 stars have bloomed. സ്റ്റാർസ് ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. സ്റ്റാർസിന്റെ മലയാളം കിട്ടി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി കണ്ട നേരം കുണ്ടലായി കുണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ
എത്തുകില്ല മാറിവില്ല സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ എളുപ്പമല്ലേ. അടുത്തതേ, ഇത് പാട്ട് അറിയാവോന്ന് എനിക്കറിയത്തില്ല, പുതിയ പാട്ട് തന്നെയാ. എന്നാലും യു ബി ദ ഫിംഗർ ദാറ്റ് ടച്ചസ് ദ സോൾ. സോൾ അല്ലെങ്കിൽ ലൈഫ് എന്ന് വിട്ടിടാം നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന്. യു ബി ദ ഫിംഗർ ദാറ്റ് ടച്ചസ് ദ സോൾ ഓർ ലൈഫ്. ഇപ്പറയാ കേട്ടോ. അല്ല, കുറച്ചായി. എനിക്ക് ലിറിക്സ് അറിയാം. ചിന്നണയുമിരുനിലാവലയാരും കാണാഹൃദയതാരമത് മുഴുകെ ഞാൻ. ഓക്കെ, സൂപ്പർ. ഇനി അടുത്തതേ, ലാസ്റ്റല്ലേ ലാസ്റ്റ്. ഓ നോബിൾ സൺ ഓഫ് അവർ ലാൻഡ്. സൺ എന്ന് പറയുമ്പോ സൺ മകൻ, SON. ഓക്കെ. ഓ നോബിൾ മകനെ പൊന്മകനെ മുത്തായവൻ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകൻ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லி ഇവനെ തൊഴുവാനാ എന്നും ജനത്തിരക്ക് കാലൊന്നെടുത്ത് വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. ഓ സൂപ്പർ, വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചുള്ളത്. പല ഇന്റർവ്യൂസിലും നേരത്തെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പുളശ്ശേരി പോലുള്ളൊരു ക്രൗഡ് പിന്നെ കിട്ടിയിട്ടില്ല, അവര് ഭയങ്കര കോൺഫിഡൻസ് തന്നു എന്ന് അല്ലേ? അത് കണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും എപ്പോഴെങ്കിലും അതേ ഒരു ഫീല് ഏതെങ്കിലും ഒരു ഓഡിയൻസ് തന്നതായിട്ട് തോന്നുന്നുണ്ടോ? കോഴിക്കോട് ഒരു പരിപാടി ദോപ്പാന്ന് പറഞ്ഞിട്ടൊരു MBBS എഞ്ചിനീയറിംഗിന്റെ എന്നാ എനിക്കറിയില്ല കറക്റ്റ്. അപ്പൊ അങ്ങനെ അതൊരു പ്രത്യേക പരിപാടിയായിരുന്നു. കാരണം അവിടെ കോഴിക്കോട് വേറൊരു പരിപാടി ഉണ്ടായി, ഒരു സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായി, ആനുവൽ ഡേ ആണ്. അപ്പം അതിന് വിളിച്ചപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഈ ദോപ്പേന്നുള്ള അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ടൈമിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ. അപ്പോൾ വാപ്പാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. വാപ്പ പറഞ്ഞു ആ ടൈമിൽ വേറെ പ്രോഗ്രാം ഉണ്ടല്ലോ, എന്ത് ചെയ്യും അങ്ങനെ ചോദിച്ചവരോട്. അവർ പറഞ്ഞു ഓ എന്നാൽ വേണ്ട നോക്കിയിട്ട് പറയാം. അങ്ങനെ എനിക്കന്ന് കലോത്സവമായിരുന്നു. ഗസൽ കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് പോയി. അപ്പോൾ ഇത്തയും ഉമ്മയുണ്ട്, ഇത്ത ആദ്യമായിട്ട് എൻ്റെ പ്രോഗ്രാം കാണാൻ വരുന്നതാണ്. അപ്പം അങ്ങനെ പോയപ്പോൾ അവർ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എപ്പോൾ എത്തി കൊടുക്കുന്നു ചോദിച്ചു. അങ്ങനെ ഒരു ടൈം പറഞ്ഞു എന്നാൽ ആ ഒരു ടൈമിൽ വന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. കുഴപ്പമില്ല അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അവിടേക്ക് എത്തി, ദോപ്പയ്ക്ക് എത്തി. അവിടെ എത്തി സാധാരണ ഒരു കോളേജ് ഇങ്ങനത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ നല്ല ഉച്ചയൂടി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ ഒരാളും മൈൻഡ് ചെയ്യില്ല. ഞാൻ സ്റ്റെപ്പ് കയറി ചെന്നു, ഒരാളും മൈൻഡ് ചെയ്യില്ല. എന്തോ ലൈറ്റാ ശരി പെർഫോം ചെയ്യണ്ടേ, നമ്മൾ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊരു പേടിയായിരിക്കും. സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു പേടി കണക്കേടും അങ്ങനെ എന്തോ പോലെ ആയിരിക്കും. ഫ്രണ്ടിൽ ഇവിടെ സ്റ്റേജ്, അപ്പം അതിൻ്റെ അടിയിൽ കസാര ഇട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടിരുത്തി തന്നെ. വാപ്പപ്പുറത്തിരിക്കുന്നു, ഒരാൾ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചിരിക്കണേ എല്ലാവരും, കസാരയിലിരിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വാപ്പാട് പറഞ്ഞു ഇത് ശരിയാവും തോന്നില്ല കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 2-3 പാട്ട് പാടാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗസ്റ്റായിട്ട് അങ്ങനെ വന്നതാണല്ലോ. അപ്പോൾ 2-3 പാട്ട് പാടി അങ്ങനെ മറ്റേ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞു. ആങ്കർ വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പം എല്ലാവരും വെച്ചെടുത്ത്. അപ്പം എനിക്ക് മനസ്സിലായി എന്താണിത്, ഫസ്റ്റ് വന്നപ്പോൾ ആരും കണ്ടു തന്നെ, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലാവുന്നുണ്ട്. അങ്ങനെ കയറി ചെന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇത് പരിപാടിക്ക് വിളിച്ച 3 പേര് മാത്രം അറിഞ്ഞിട്ടുണ്ട്, അല്ല സർപ്രൈസ് ആയിട്ട് വിളിച്ചാണ്, അവരൊക്കെ സർപ്രൈസ് ആക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറി. പിന്നെ എല്ലാവരും എല്ലാവരും കസാരയിലാണ് ഇരുന്നിരുന്നത്. അവരോടൊക്കെ ഫ്രണ്ടിൽ കയറാൻ പറഞ്ഞു. അപ്പം എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നു. ഒച്ചാന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ദിവസം. അങ്ങനെ പരിപാടി തുടങ്ങി. ഞാനൊരു നിന്ന് നിൽപ്പിലൊരു 6-8 പാട്ടം കണ്ട് പാടി. അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന പറഞ്ഞാൽ നമുക്കിങ്ങനെ പാടാനുള്ളൊരു ഇത് വരും, എനർജി. അങ്ങനെ ഞാൻ പാടണേനെ കേൾക്കണ്ടായില്ല, അത്ര വെച്ചായിരുന്നു. ഒപ്പം പാടിയിട്ടേ എല്ലാവരും കൂടിയിട്ട് നല്ല രസമായിരുന്നു. ഓഡിയൻസ് തരുന്ന കോൺഫിഡൻസ് ആണ് സിംഗേഴ്സിനെ, പെർഫോമേഴ്സിനെ
സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അതുപോലെ നേരെ തിരിച്ചും എപ്പോഴെങ്കിലും നമുക്ക് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറച്ച് സമയമെടുത്ത് അവരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ഒരു പരിപാടിക്ക് പോയിട്ട് ആ എല്ലാരും നെറ്റത്ത് പോയി നിന്ന് എല്ലാവർക്കും നാണക്കേട് ഉണ്ടാവില്ല. കുറച്ചുപേര് വന്നാലല്ലേ, ഇപ്പൊ ആരും വന്നില്ല. ഞാൻ കൊറേ വിളിച്ച്, അങ്ങനെ അവസാനം വന്ന് തുടങ്ങി അങ്ങനെ എല്ലാരും വന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യും. എത്ര പാട്ട് പാടേണ്ടി വന്നു അവരൊന്ന് ഇൻവോൾവ് ആവാൻ? അതെന്ന് വെച്ചാല് സ്കൂളായിരുന്നു, HS ആയിരുന്നു. അപ്പൊ എല്ലാരും ബാക്കിൽ ചെന്ന് നിൽക്കുക. കലോത്സവം നടക്കണം, യൂത്ത് ഫെസ്റ്റിവൽ. ബട്ട് അധികം ടൈമില്ല, ഒരു 2-3-4 പാട്ട് പാടാനുള്ള ടൈമുണ്ട്. അങ്ങനെയൊക്കെ സ്റ്റേറ്റ് വന്ന് ചെന്ന് അപ്പൊ എല്ലാരും ബാക്കിൽ ഇങ്ങനെ വട്ടം കൂടി നിൽക്കണ കാണാൻ വേണ്ടി. ഫ്രണ്ടില് കുറെ കുട്ടികളും കസാരയിലിട്ടിരിക്കുന്നു. ഞാൻ എല്ലാവരോടും ഇങ്ങനെ വരാൻ പറഞ്ഞു. ഫ്രണ്ടിൽ കുറച്ച് പേര് വന്നത്, ബാക്കി ആരും വരില്ല. കുറെ വിളിച്ച് അങ്ങനെ അത്യാവശ്യം പേര് എത്തി ഫ്രണ്ടിലും. അങ്ങനെ പരിപാടിയോടെ അപ്പൊ അവിടെ ഒരു ചെറിയ ഫ്ലോപ്പ്. ഫോണ് സോങ് പ്ലേ ചെയ്തപ്പോ, ട്രാക്ക് പ്ലേ ചെയ്തപ്പോ ജെമിനയുടെ എന്തോ കയറി വന്നു. ഇങ്ങനെ എന്തോ സൗണ്ട് ഇങ്ങനെ കയറി വന്നു. അത് എത്ര നോക്കിയിട്ട് ശരിയാവണ്ടായില്ല. ആദ്യമായിട്ട് വന്നാണ് അങ്ങനെ ഒരു പ്രശ്നം. കുറച്ചു നേരം നോക്കി ശരിയാവണ്ടായില്ല. അങ്ങനെ ഇക്കയും വാപ്പയാണ് ഒപ്പം വന്നത്. അപ്പൊ ഇക്കാക്ക് ഫോൺ കൊടുത്തിട്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഏത് പാട്ട് വേണമെന്ന് ഇങ്ങനെ ചോദിക്കും, കാരണം വെക്കും. അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടോ സ്റ്റേജിൽ കയറിയിട്ട്? പാട്ട് മറന്നു പോവോ, ലിറിക്സ് തെറ്റിക്കോ? അങ്ങനെ ലിറിക്സ് തെറ്റുമ്പോ അവരൊരാൾക്ക് കൊടുക്കാൻ പാടും. നമ്മുടെ കള്ള ഇടക്ക് പ്രോഗ്രാം ചെയ്തിട്ട് കുറെ നാളായിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു പ്രോഗ്രാം വന്ന് പോകുമ്പോ ചിലപ്പോ മറക്കും. മെഹബൂബ് ഞാൻ മറക്കാറുണ്ട്. ഏത് ഭാഷയാണ് ഏറ്റവും കൂടുതൽ മറക്കുന്നത്? ഹിന്ദിയാണോ തമിഴാണോ? അങ്ങനെയില്ല, മലയാളം കൂടുതൽ. മലയാളം തന്നെ കൂടുതൽ മറക്കുന്നത്. ഈ ലിറിക്സ് പഠിക്കാൻ കുറച്ച് പാടല്ലേ പല ഭാഷയാവുമ്പോ? അതിപ്പോ എങ്ങനെയാ? മറ്റേ സ്കൂളിൽ പഠിക്കുന്ന പോലെ പഠിക്കൂല, കേട്ട് വെറുതെ പഠിക്കുള്ളൂ. കേട്ട് വെറുതെ ചിലപ്പോ നോക്കും, എന്നിട്ട് ട്രാക്ക് അതിൽ വെച്ചിട്ട് ലിറിക്സ് നോക്കും. എന്നിട്ട് അങ്ങനെ കേട്ടിരിക്കും. അപ്പൊ തന്നെ ലിറിക്സ് നമ്മളെ മൈൻഡ് വരും. പിന്നെ നോക്കി പാടും, പിന്നെ അങ്ങ് ഒപ്പിക്കും അല്ലേ? എങ്ങാനും തെറ്റിപ്പോയ അപ്പൊ അവരോട് പാടാൻ പറയും. ആക്ച്വലി എപ്പോഴും ഈ ഓഡിയൻസ് ആണ് പെർഫോമേഴ്സിനെ വളർത്തുന്നത് അല്ലെ? എസ്പെഷ്യലി സ്റ്റേജിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ചെറുപ്പുളശ്ശേരിക്കാരെ മറക്കാൻ പറ്റത്തില്ല. അവര് തന്നൊരു കോൺഫിഡൻസ് ആണ് അല്ലേ? നമ്മ പറഞ്ഞിട്ട് പോലില്ല, നാട്ടുകാരാണ് അവര് എല്ലാരും. നല്ല സപ്പോർട്ട് ഉണ്ടായി, നല്ലൊരു സന്തോഷമായ ഒരു ദിവസമായിരുന്നു. എനിക്ക് അത്രയും അങ്ങനെ എനിക്ക് പാടുമ്പോ ഇങ്ങനെ നമ്മ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് തെറ്റില്ല. അവരെല്ലാം വന്നിട്ട് പൈസ ചേർക്കും, അതിനിടയ്ക്ക് ആൾക്കാർ വന്ന് മിണ്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, സെൽഫി എടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവാതെ അങ്ങനെ നിന്ന് പാടി. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു വിജയം അല്ലേ? അന്ന് എല്ലാവരും ഒരുപാട് കണ്ട് സ്നേഹിച്ച ഒരാളാണ്. അപ്പം ആ ഒരു ക്രൗഡിന് വേണ്ടി ഡെഫിനറ്റ്ലി അവർ തന്ന കോൺഫിഡൻസ് നജാദിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ताना बाना बुनती हवा है, बुनती हवा, बूंदे भी तो आए नहीं बाज़े यहाँ, साजिश में शामिल सारा जहां है, हर ज़र्रे की ये इल्तिजा है, ओरे पिया है, ओरे पिया, ओरे पिया है, ओरे पिया. ആ സ്വരം പോർഷനോട് ഒന്ന് പാടാൻ പറ്റുമെങ്കിൽ? സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാൻ വീഡിയോയിൽ കണ്ടു എന്ത് ടാലന്റഡ് ആയിട്ടുള്ള പയ്യനെന്ന് ആലോചിച്ച് ആ ആള് തന്നെ എന്നെ മുന്നിൽ നിന്ന് പാടുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. നജാദിന്റെ പാട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹനാൻ ചായയെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടാണ് ഇത്രയും അധികം കോൺഫിഡൻസ് ഒക്കെ കിട്ടിയതെന്നും
ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാൻഡിൽ പാടുകയും ചെയ്തു അല്ലേ, ലൈവിൽ ഒരു ഷോയില്. ഞാൻ അനാൻക്കയുടെ ക്യാമ്പിന് പോയിരുന്നു. ആ അങ്ങനെ അവിടെ വെച്ച് ഒരു പാട്ട് പാടി. അപ്പോഴും അനാൻക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു. ഒരുപാട് ഒരു രസമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അനാൻക്ക് എന്നോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഒരു ഏരിയയിലേക്ക് തൃശ്ശൂർ ഭാഗത്ത് ഒരു പ്രോഗ്രാം അനാൻക്കാക്ക് വരുന്നെങ്കിൽ എന്തായാലും എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മാള മെറ്റ്സിൽ ഒരു പ്രോഗ്രാം വന്നിരുന്നു അനാൻക്കാക്ക്. അപ്പം ആ ഒരു ടൈമിൽ എന്നെ വിളിച്ച് അങ്ങനെ അവിടെ പാടാൻ പറ്റി. നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഒരു എപ്പിയെ മാത്രം പാടുള്ളൂ. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പരിപാടിയായിരുന്നു. അനാൻക്കാട് ഓഡിയൻസും എല്ലാവരും ഉണ്ടായി. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. വാപ്പ അങ്ങനെ പരിപാടിക്ക് കൊണ്ടുപോയാണ് കാണാൻ വേണ്ടി. ഗുരുവായൂർ വന്നിരുന്നു അനാൻക്ക. അങ്ങനെ അവിടെ വെച്ച് കണ്ട്. അതിന് മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഇങ്ങനെ പാട്ടുകൾ മെഹബൂബ കണ്ടിട്ട് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം അങ്ങനെ അനാൻക്കനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് തന്നെ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങളെ വീട് വഴി വരുമ്പോൾ എന്തായാലും വീട്ടിൽ കയറിയിട്ടൊക്കെ പോവാം. അപ്പം എന്തായാലും ഒരു ദിവസം വരണം എന്നൊക്കെ പറഞ്ഞു, ഫാമിലി ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആ വഴി പോയപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നേരെ അനാൻക്കയുടെ വീട്ടിൽ പോയി. നല്ലൊരു ഫാമിലിയാണ് എല്ലാവരും, നല്ല കമ്പനി, നമ്മളെ മുന്നേ പരിചയമുള്ള പോലെ എല്ലാവരും നല്ല സ്നേഹമായിരുന്നു എല്ലാവരും. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ അങ്ങനെ, അല്ലെങ്കിൽ സിംഗർ അങ്ങനെയൊക്കെ ചിന്തിച്ച ആരായിരിക്കും? അർജിത് സിംഗ്, സിദ് ശ്രീറാമും, പിന്നെ എനിക്ക് അനുജനെ ഇഷ്ടം, ഹിന്ദിയാണ്. देखो देखो जैसे मेरे इरादे वैसे कहाँ तेरे यहाँ थे, हाँ कितनी नादान मैं. അർജിത് സിംഗിന്റെ പാട്ട്. दो नैनों के पेचीदा सो गलिया रे, इनमें खोकर तू मिलता है कहाँ, इनको अंबर से पिंजरे ज्यादा प्यारे, उड़ जा कहने से सुनता भी तू है कहाँ, घर सुन लिया घर सुन लिया बेकम लिया मेरे नादान दिल. സൂപ്പർ സൂപ്പർ. ഇനി ആരാ? സിദ് ശ്രീറാമിന്റെ കണ്ണീലേ പിരിതേ നാൻ പോകിன்ற വിണ്ണിലേ வெண்மைக்குமா கலைதே நான் மெல்ல மெல்ல கரைந்தேன் அழுகை என்னும் அருவியில் தினம் தினம் நானும் விழுந்தேனே நிலவே உன் நிழலினை தொலைந்திட நானும் விழுந்தேனே என்னை பிரிதாயிரே காதலை அழகே என்னை பிரிதாயிரே உயிரே கண்ணீரில் உறைந்தாய் കനവേ. പിന്നെ അടുത്ത് വിജയ് യേശുദാസ് അല്ലേ മലയാളത്തിലെ? ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി കനവിതളായി നീ വാ നിധിയേ മടിയിൽ പുതുമലരായി വാ. റിയാലിറ്റി ഷോയിൽ എന്തെങ്കിലും പങ്കെടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എനിക്ക് ഈ റിയാലിറ്റി ഷോ അധികം താല്പര്യമില്ല. ഞാൻ അത്രക്ക് പെർഫെക്റ്റ് അല്ല, ചില സംഗീതപരമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. എനിക്ക് അധികം ഒരു കോൺഫിഡൻസ് ഇല്ല, എനിക്കൊരു താല്പര്യമില്ല. ഇൻസ്റ്റയിലായിട്ടും പ്രോഗ്രാംസിലായിട്ടും അങ്ങനെ പോകാനാണ് ഇഷ്ടം. ഏത് ലെവലിലേക്ക് എത്താനാണ് നജാദിന്റെ ഒരു ആഗ്രഹം? എങ്ങനെ അറിയപ്പെടണം എന്നാണ്? ലൈവ് പെർഫോമർ എന്നുള്ള രീതിയിലാണോ, സിനിമയിൽ പാടുന്ന ആളെന്ന് അറിയാനാണോ ആഗ്രഹം? സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്, ബിഗ് സ്ക്രീനിൽ കേൾക്കണം എന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, ആഗ്രഹമുണ്ട് ഒരു സിംഗർ ആവണം. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. പാട്ട് നിർത്തരുത്. ഇത്ത പറയുന്ന പോലെ കൺസിസ്റ്റന്റ് ആയിരിക്കണം.
നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഉള്ള ആ ഒരു കഴിവിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്ത് വലിയൊരു ലെവലിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഒരു പാട്ട് നമ്മുടെ S27 വ്യൂവേഴ്സിന് വേണ്ടി നജാദിന്റെ വക ഒരു പാട്ട്. ആര് ചോദിച്ചാലേ ഫസ്റ്റ് പാടുന്ന പാട്ടാണ് ആരാധിക. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. പ്ലേലിസ്റ്റിൽ ഒരു 5 പാട്ട് പറയാൻ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്ന 5 പാട്ടുകൾ ഏതൊക്കെയാ? ഞാൻ എപ്പോഴും ഫസ്റ്റ് കേൾക്കാറുള്ളത് ചെറാതുകള്, കായലോരം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഇപ്പോഴത്തെ ഇറങ്ങിയാണ് അത്, അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കായലോരം കാത്തു നിന്നെ കണ്ട് പൊന്നി ഞാന്, കായലോരം കാത്തു നിന്നെ കണ്ടു പൊന്നി ഞാന്, കണ്ടു പൊന്നി ഞാൻ. നല്ലൊരു ഫീലോടുള്ള പാട്ടോ ചെറാതുകള്, കായലോരം. പിന്നെ അനുജയിന്റെ പ്ലേലിസ്റ്റ് ഫുൾ വെക്കാൻ. ആരാധികെ നീ കവിതകളായി നിൻ കവിതകൾ. അതാ ഞാൻ പാടത്തില്ല എന്നാലും. ഓക്കെ. മിഴിനീരു പെയ്ത മാറിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാ, എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനൊന്നു നിറയാൻ ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാൻ. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ